ഹരിദാസ് സാറ് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെയൊക്കെ നിർബന്ധം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ക്ഷണം സ്വീകരിച്ചിട്ട് ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് എത്തിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ ഹാർദമായിട്ട് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും അത് മാറ്റിവെച്ചുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഫ്യൂച്ചറിൽ നേടണമെന്ന് അതിയായ മോഹമുള്ളവരാണ്. അപ്പൊ അതേ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കിട്ടുന്ന മേഖല ഏതാണെന്ന് മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട് അതിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഇപ്പോൾ ചെയ്തു തുടങ്ങിയാൽ ഒരു 5 10 കൊല്ലം കഴിയുമ്പോഴേക്കും നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്ന കുറച്ച് മേഖലകളെ നമ്മളൊന്ന് സൂചിപ്പിക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ ആദ്യമേ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്കറിയാം നമ്മൾ താമസിക്കുന്ന ഭൂമി വളരുന്നില്ല എന്നറിയാം. അതിന്റെ വില ഓരോ ദിവസങ്ങളിൽ കൂടുന്തോറും മാറ്റം വന്നിട്ടുണ്ട്. 10 വർഷം മുമ്പ് നിങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന പ്രോപ്പർട്ടിയുടെ വിലയും ഇന്നത്തെ വിലയും ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ന്യായമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. ഇനി അടുത്തൊരു 10 വർഷം കഴിയുമ്പോഴും ഇതേ തന്നെയായിരിക്കും സംഭവിക്കാൻ പോവുക. അപ്പോൾ ലോകം ഉള്ളിടത്തോളം കാലം പ്രോപ്പർട്ടി ഉള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഗ്രോത്ത് പ്രതീക്ഷിക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പേഴ്സണലി എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. 5 ലക്ഷം രൂപ 2015 ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ ഇന്നത്തെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം 4 കോടി രൂപയാണ്. ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഗ്രോത്ത് ആണ് 20 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായത്. പക്ഷെ അദ്ദേഹത്തിന് അത് കാഴ്ചപ്പാടുണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം അന്ന് മുടക്കിയിട്ടു. പക്ഷെ ഇന്ന് നല്ല ഗ്രോത്തിലേക്ക് മാറി. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും അവര് ഒരു പിടി സ്വർണമെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും സ്വർണമായിട്ട് നമ്മൾ സേവ് ചെയ്യും. അത് നമ്മുടെ ലിക്വിഡ് അസറ്റാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പണമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു അസറ്റായിട്ട് ലോകത്തുള്ള എല്ലാ വ്യക്തികളും കാണുന്ന ഒരു സംഭവമാണ് ഗോൾഡ് എന്ന് പറയുന്നത്. ഒരു 10 വർഷം മുമ്പ് ഗോൾഡിന്റെ വില എന്തായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ 25,000 മുതൽ 35,000 ഇടയിൽ ആ വില ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് ആരും ചിന്തിച്ചിട്ടില്ല ഈ ഗോൾഡിന് ഇത്രമാത്രം വില ഇന്നത്തെ 1 ലക്ഷത്തിന് മേലെയുള്ള വിലയിലേക്ക് എത്തുമെന്ന് ഒരു മനുഷ്യനും പോലും ചിന്തിച്ചിട്ടുണ്ടായില്ല. അപ്പോ ഗോൾഡിന് ഓരോ ദിവസങ്ങളും ഇതുപോലെ വിലയിൽ വ്യത്യാസം വരുന്നുണ്ട്. നല്ലൊരു ഫ്യൂച്ചർ ഇനിയും ഗോൾഡിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഒരു 10 കൊല്ലത്തെ എഫേർട്ട് അതിന് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ 10 കൊല്ലം കഴിയുമ്പോൾ നല്ലൊരു ഗ്രോത്തിലേക്ക് അത് മാറും. ഇനി സ്റ്റോക്കാണ്. നിലവിൽ നല്ല നല്ല കമ്പനികൾ അവരുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അവർ പബ്ലിക്കിന്റെ ഫണ്ട് വാങ്ങിക്കും. അപ്പോൾ വളരെ കുറഞ്ഞ പൈസയിൽ നമുക്ക് അവരുടെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഒരു 10 20 വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ ഗ്രോത്ത് ആയിരിക്കും. അപ്പൊ നല്ല നല്ല സ്റ്റോക്കുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടത്താണ്. അന്നേരം ടെക്നോളജിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് രാജ്യത്തിനാണോ ഏത് വ്യക്തിയുടെ കയ്യിലോ ടെക്നോളജി ഉള്ളത് അവരായിരിക്കും ഇനി ലോകം ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ AI ടെക്നോളജി എന്ന് പറഞ്ഞ ടെക്നോളജി ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും റവല്യൂഷൻ കൊണ്ടുവരാൻ പോണാണ്. അവിടെ എന്തെല്ലാം എന്ന് സംഭവിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്നേ പറയാൻ പറ്റില്ല. മനുഷ്യൻ ഇന്ന് ഏതെല്ലാം മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം തന്നെ നിർമ്മിത ബുദ്ധി പ്രവർത്തിക്കാൻ തയ്യാറാവും. അപ്പൊ അങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് കഴിവുള്ള വ്യക്തികൾക്ക് ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഏണിങ്സ് ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ഈ ഫോൺ ഒരു കാലങ്ങളിൽ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചെങ്കിൽ ഇന്ന് നമ്മൾക്ക് പല ആവശ്യങ്ങൾക്കും ഈ ഫോൺ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറി. നിങ്ങൾ നോക്കാം, ഫോണിൽ നിരവധി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓരോ ആപ്ലിക്കേഷനും ഓരോ പ്രത്യേകതകളുള്ളതാണ്. ചിലത് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും, ചിലത് നമുക്ക് ബില്ല് പേയ്മെന്റ് ചെയ്യാൻ പറ്റും, ചിലതിന് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. മറ്റുള്ള പല പർപ്പസാണ് ഓരോ ആപ്ലിക്കേഷനും. അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഓരോ ഭാഗമായിട്ടുണ്ട്. അത് അവിടെ ഇന്ന് മാർക്കറ്റിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഏതെങ്കിലും കാരണത്തിന് ഒരു പരിഹാരമായിട്ട് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് നമുക്ക് നാളെ ഒരു നല്ല ഗ്രോത്ത് ഉണ്ടാക്കും. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് റെയിൽവേ. ആ റെയിൽവേയിൽ എപ്പോ ട്രെയിൻ വരും എപ്പോ പോകും എന്ന് കൃത്യമായിട്ട് പ്രവചിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. വേർ ഇസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ. റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും കയ്യിലും ഓൾറെഡി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടിരിക്കും. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു 5 ചെറുപ്പക്കാർ കൂടിയിട്ട്, 5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ IT വിദഗ്ധരായിട്ടുള്ള അവർ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്.
പക്ഷെ അത് ആ സാധനം ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഗൂഗിൾ പർച്ചേസ് ചെയ്ത് ഏകദേശം 250 കോടി രൂപയ്ക്ക് മുകളിലാണ്. ചിന്തിച്ചു നോക്കൂ, ഇന്ന് അത് റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത് ഗുണമാണെന്ന് മനസ്സിലാക്കി അതിനെ ഗൂഗിൾ പർച്ചേസ് 250 കോടി രൂപ. അപ്പൊ ഇതുപോലെ യുണീക്ക് ആയിട്ടൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നല്ലൊരു ഗ്രോത്ത് ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളും ഒരു സൂചന മാത്രമാണ്. നിരവധി പ്രോജക്റ്റുകളും നിരവധി അവസരങ്ങളും മാർക്കറ്റിലുണ്ട്. പക്ഷെ ഞാൻ ഇതെല്ലാം പറഞ്ഞൊരു സൂചന മാത്രമാണ്. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് ഇപ്പൊ പറഞ്ഞിട്ടുള്ള എല്ലാ മേഖലകളിലും നമുക്ക് അത്യാവശ്യം സാമ്പത്തികം വേണം, അതോടൊപ്പം തന്നെ നല്ല കഴിവ് വേണം, സ്കില്ല് വേണം, ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുന്ന നല്ല സ്കില്ല് വേണം. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും നമുക്ക് അവിടെ ആവശ്യമില്ല. നമുക്ക് ഈ പറഞ്ഞ ടെക്നോളജി അറിയണമെന്നില്ല, നമുക്ക് വലിയ കഴിവുണ്ടാവണമെന്നൊന്നും അറിയണമെന്നില്ല. പക്ഷെ നമുക്ക് ഒരു ആവശ്യക്കാരനായി കഴിഞ്ഞാൽ, നമ്മളൊരു എന്താ പറയാ ഇത്തിരിയോടെ നേടണമെന്ന് ചിന്താഗതിയുള്ള ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടന്നു വരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. കാരണം ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു 2009-8 അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിങ്. ഇന്ന് ഓരോ ദിവസങ്ങളും അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ആയിട്ട് ക്രിപ്റ്റോ മാറി വരികയാണ്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ ലോകത്തുള്ള ഏതൊരാൾക്കും ഉപയോഗിക്കാനും കടന്നു വരാനും പറ്റുന്ന ഒരു സാഹചര്യമാണ് ക്രിപ്റ്റോയിലുള്ളത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കുമ്പോൾ മനസ്സിലാവും. ക്രിപ്റ്റോയുടെ പവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ലൈഡാണ് ഇത്. കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യമായിട്ട് ബിറ്റ് കോയിനെ നമുക്ക് കാണാൻ സാധിക്കും. 2009 അതിന്റെ 2008 വന്നെന്ന് പറയുന്നു. 2009 ബിറ്റ് കോയിന്റെ പ്രൈസ് നിൽക്കുന്നത് 0.03 ആണ്. അത് എന്റെ കണക്കിൽ പറയുകയാണെങ്കിൽ ഏകദേശം 3 പൈസ എന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ 3 പൈസയ്ക്ക് വന്ന സാധനം ഏകദേശം 2025 കൂടി അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1 കോടി രൂപയ്ക്ക് മുകളിൽ അതിന്റെ പ്രൈസ് പോയി. ചിന്തിച്ചു നോക്കുക, 2009 വെറും 3 പൈസ പോലും ഉണ്ടായിരുന്ന സാധനം 2025 വന്നപ്പോൾ അതിന്റെ പ്രൈസ് ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിൽ പോയി. 1,17,00,000 രൂപയ്ക്ക് മുകളിൽ പോയി. നോക്കൂ, അത് മാത്രമല്ല, അതിനുശേഷം വന്നിട്ടുള്ള എത്തേറിയം ആണെങ്കിലും സെയിം ആണ്. വെറും 31 സെന്റ് ആണ്, 31 രൂപയേ ഉണ്ടായിട്ടുണ്ടായുള്ളൂ. ഇന്ത്യൻ മണി 31 രൂപയേ ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ പ്രൈസും ഏകദേശം 4 ലക്ഷം 5 ലക്ഷത്തിന്റെ അടുത്തേക്ക് അതിന്റെ പ്രൈസും പോയിട്ടുണ്ടായിരുന്നു 2021. BNB സെയിം അതുപോലെ 2017 വന്നതാണ്. അവിടെയും ആ ടോക്കൺ ഏകദേശം 2025 1 ലക്ഷത്തിന് മേലെ അതിന്റെ പ്രൈസ് പോയിട്ടുണ്ട്. 1,30,000 മേലെ പ്രൈസ് പോയിട്ടുണ്ട്. സെയിം ഏറ്റവും അവസാനം നമ്മൾ നോക്കുമ്പോൾ സൊലാന എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിൻ, സൊലാന എന്ന് പറഞ്ഞ അവരുടെ ടോക്കൺ ആണെങ്കിൽ 22 രൂപയ്ക്ക് വന്നതാണ്. അതും ഏകദേശം ഒരു 30,000 രൂപയുടെ അടുത്തേക്ക് അതിന്റെ പ്രൈസ് പോയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കുക, സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എല്ലാ ടോക്കണിന്റെ പ്രൈസ് ഒരുപോലെയാണ്. വളരെ മൈന്യൂട്ടായിട്ട് പെർസെൻറ്റേജ് ആണ്. ആർക്കും സ്വീകരിക്കാം, ആർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ 2009-ലും 2017-ലും ഒക്കെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇന്ന് നമുക്ക് ക്രിപ്റ്റോനെ കുറിച്ചിട്ടുള്ള അറിവ് അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അന്ന് നമ്മുടെ മുന്നിൽ ചിലരും ക്രിപ്റ്റോ എന്നൊക്കെ പറയണ്ടാവും. പിന്നെ അവരെ നമ്മൾ പുച്ഛത്തോടെയൊക്കെ കളിയാക്കിയിട്ടുണ്ടാവും. പക്ഷെ അന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്ത ആളുകളൊക്കെ ഇന്ന് റിച്ച് മാൻ ആണ് ശരിക്കും പറഞ്ഞാൽ. അന്ന് മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്രോത്തിലേക്ക്, സാമ്പത്തിക സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ചിന്തിച്ചു നോക്കുക, ഏതൊരാൾക്കും കടന്നു വരാം. സാധാരണ ഇപ്പൊ 3 പൈസ എന്നൊക്കെ പറഞ്ഞാൽ ആർക്ക് സാധിക്കുന്ന കേസറ്റാണ്, അല്ലെങ്കിൽ 30 രൂപ 22 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ആർക്ക് സാധിക്കുന്ന കേസറ്റാണ്. പക്ഷെ അവിടെ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇതിന്റെ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു വളർച്ചാ നിരക്ക് കാണിക്കുക. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമുക്കിനി എന്താണ് ഇനി ഓപ്ഷൻ? നിലവിൽ നമുക്ക് ഇതൊന്നും പർച്ചേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിന് നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം ബിറ്റ് കോയിൻ പർച്ചേസ് ചെയ്യണേ 65 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. എത്രയാണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. പിന്നെ ഓരോ കോയിനും വളരെ വലിയ ഗ്രോത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പർച്ചേസ് ചെയ്യാന്നുള്ള പ്രാക്ടിക്കൽ അല്ല. ഏത് ടോക്കണിന്റെയും സ്റ്റാർട്ടിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കിട്ടുന്നത്. അല്ല 3 സെന്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് ഏകദേശം $1,26,000 പോകുമെന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രോത്ത് ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, ഇനിയും വരുന്ന കാലഘട്ടത്തിൽ ക്രിപ്റ്റോനെ ഇന്ന് ലോകം അംഗീകരിക്കുകയും ഓരോ രാജ്യങ്ങൾ അതിന്റെ നിയമം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഇനിയും ഫ്യൂച്ചറിൽ അത് വളരും. അപ്പോൾ വളരുന്ന സാഹചര്യത്തിൽ പുതിയതായിട്ട് പല ക്രിപ്റ്റോസും വരും. അതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം അടുത്തത് എന്താണ്. അവിടെ ഒരു ചോദ്യം വരും, നമുക്ക് അടുത്തത് എന്താണ്? മാർക്കറ്റിൽ നിരവധി പ്രോജക്റ്റുകൾ ഉണ്ട്. ഏകദേശം ഒരു 35,000 അടുത്ത് ക്രിപ്റ്റോ കറൻസികൾ ഓൾറെഡി ഉണ്ട്. ഇതിൽ ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന മാത്രമാണ് നമ്മൾ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ.
ഞാൻ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിട്ട് ഒരു ടോക്കണെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താണ്. ആ കമ്പനിയുടെ പേര് ലിക്മക്സ് എന്നാണ്. ഓൾറെഡി ലിക്മക്സ് എന്ന് പറയുന്ന പ്രോജക്റ്റ് അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരിയിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവർ ഡെവലപ്പ് ചെയ്ത ടോക്കണിന്റെ പേരാണ് ലിക്മക്സ്. ആ ടോക്കണിന്റെ ഷോർട്ട് ടിക്കർ നെയിം എന്ന് പറയുന്നത് LMX എന്ന് ചെറുതായിട്ട് പറയുന്നു. സൊലാനയുടെ ബ്ലോക്ക് ചെയിൻ ആണ് അവർ റൺ ചെയ്യുന്നത്. ഈ ടോക്കൺ റൺ ചെയ്യുന്നത് സൊലാനയുടെ ബ്ലോക്ക് ചെയിനിലാണ്. 1 ബില്യൺ ടോക്കണാണ് അവർ ടോട്ടൽ സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ഈ കമ്പനി? നിലവിൽ ഈ കമ്പനിയുടെ രജിസ്ട്രേഷൻ UK-യിലാണ്. അതോടൊപ്പം തന്നെ മേജർ പ്രോജക്റ്റും ക്രിപ്റ്റോ ബേസ്ഡ് ആണ്. നമ്മൾ കാണും പോലെ ഫിസിക്കൽ ആയിട്ടുള്ള ബിൽഡിങ്ങോ ഷോപ്പോ മറ്റുള്ള സാധനങ്ങളൊന്നുമില്ല. ആപ്ലിക്കേഷൻ നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എല്ലാം ഇവർ കൊണ്ടുവരുന്നത്. അതിൽ ആദ്യമായിട്ട് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ലിക്മസിന്റെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ആണ്. ക്രിപ്റ്റോ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് വാലറ്റ് എന്ന് പറയുന്നത്. കാരണം ആ വാലറ്റിലാണ് നമ്മൾ ക്രിപ്റ്റോസ് വാങ്ങി സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ 100 ചില വാലറ്റുകളുണ്ട്. നമ്മളും ഇവിടെ ലിക്മക്സിൻ്റെതായിട്ടുള്ള സ്വന്തം ഓൺ വാലറ്റ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 75,000 മെമ്പേഴ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞാൽ അവരത് ലോഞ്ച് ആവും. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഒരു വാലറ്റിനും ഇങ്ങനത്തെ ഒരു സവിശേഷത ഉണ്ടാവില്ല. ഒന്നാമത് ഈ കറൻസി ഈ വാലറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ INR നമ്മുടെ രാജ്യത്തെ പണം മുടക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് USDT ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കറൻസികളായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലത്തെ 34 രാജ്യങ്ങളുടെ കറൻസികൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ തന്നെ ഡിജിറ്റൽ അസറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ അസറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്കലായിട്ട് മറ്റേ റിയൽ ആയിട്ടുള്ള കറൻസി ആയിട്ട് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഈ വാലറ്റ് നിലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അറിവിൽ അങ്ങനത്തെ ഒരു വാലറ്റ് ആദ്യമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. രണ്ടാമത്തെ കൊണ്ടുവന്ന യൂണിവേഴ്സൽ ലോട്ടറി ആണ്. ഇത് രണ്ടാമത്തെ പ്രൊജക്റ്റ് ആണെങ്കിലും കമ്പനി ഫസ്റ്റ് ഡേ തന്നെ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ ലോട്ടറി എന്നുള്ള സൈറ്റ് ഓൾറെഡി ഓപ്പൺ ആണ്. യൂണിവേഴ്സൽ ലോട്ടറി ആണ്. കാരണം ലോട്ടറിയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലോട്ടറിയാണ്. ലോകത്തെ ഏത് സമയത്തും പങ്കെടുക്കാൻ പറ്റുന്ന, ഏതാൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഈ ലോട്ടറി ഓൾറെഡി ലോഞ്ചഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിന്റെ ഫുൾ ഫംഗ്ഷനിലേക്ക് വർക്കായിട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ ഉള്ളത് ക്രിപ്റ്റോ വിസ കാർഡ്. ഇതും വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഈ കാർഡിന്റെ പ്രത്യേകത, നമ്മുടെ കയ്യിൽ ക്രിപ്റ്റോസ് ഉണ്ടെങ്കിൽ, ഉദാഹരണം ഇപ്പം നമ്മുടെ കയ്യിൽ 2 USDT ഉണ്ട്. ഈ 2 USDT വിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് പ്രാക്ടിക്കലായിട്ട് നടക്കില്ല. നമുക്കൊരു 50-ഓ 20-ഓ ഒക്കെ ആണെങ്കിൽ നമുക്കത് വിൽക്കാൻ പറ്റും. രണ്ടാകുമ്പോൾ ആർക്കും കൊടുക്കാനും വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ വിസ കാർഡ് എന്ന് പറഞ്ഞ കാർഡ് നമ്മുടെ കയ്യിലുണ്ട്, ക്രിപ്റ്റോ വിസ കാർഡ് ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, തൊട്ടടുത്തുള്ള ATM-ൽ പോയിട്ട് നമുക്കത് ക്യാഷ് ആയിട്ട് വലിക്കാൻ പറ്റും. ഇനി പമ്പിൽ വന്നിട്ട് ഈ കാർഡ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്രോൾ അടിക്കാൻ പറ്റും. അങ്ങനെ അതിനുള്ള ഫെസിലിറ്റിയാണ് ഇത്. 184 രാജ്യങ്ങളിലും ഈ കാർഡിന്റെ സേവനം നമുക്ക് കിട്ടും. അപ്പൊ ഈ കൊണ്ടുവരുന്ന കാർഡ് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുള്ള 190 രാജ്യങ്ങളുണ്ടെങ്കിൽ അത് 184 രാജ്യങ്ങളിലും ഈ കാർഡിന്റെ സേവനം നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരു കാർഡും ഈ കമ്പനി കൊണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ കമ്പനിയുടെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, നമുക്ക് ഇപ്പൊ ഗെയിം കളിക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. പക്ഷെ മാർക്കറ്റിൽ ഗെയിമിന് ഒത്തിരി ട്രെൻഡ് ഉണ്ട്. കോടിക്കണക്കിന് രൂപ വർഷത്തിൽ ലാഭം ഉണ്ടാക്കുന്ന പ്ലാറ്റ്ഫോം ഉണ്ട് ഗെയിമിലൂടെ. അപ്പൊ അതുപോലെ തന്നെ ഇവരും ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഓൾറെഡി കൊണ്ടുവരുന്നുണ്ട്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഗെയിമാണ്. ഗെയിമിൽ പങ്കെടുത്ത് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ആയിട്ട് റിവാർഡ്സ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതോടൊപ്പം തന്നെ പ്രഡിഷൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്രഡിഷൻ മാർക്കറ്റ്. ആർക്ക് വേണമെങ്കിലും പ്രഡിഷനിൽ പങ്കെടുക്കാം. യെസ് ഓർ നോ എന്നൊരു ചോദ്യം ഉണ്ടാവുള്ളൂ. നമുക്ക് യെസ് ആയാലും നോ ആയാലും അതിൽ ബെറ്റ് വയ്ക്കാൻ പറ്റും. താല്പര്യമുള്ളവർ ബെറ്റ് വയ്ക്കാം, അതിനകത്ത് പൈസ മുടക്കാം. അത് വിജയിച്ചു കഴിയുമ്പോൾ അതിന് പ്രൈസ് അടിക്കുന്നു. ഏകദേശം ഈ മാർച്ച് മാസം അതിനകത്ത് പോളിഗൺ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഓൾറെഡി ലൈവാണ്. അവരിൽ ഈ മാസം മാർച്ച് മാസം അവർക്ക് ഉണ്ടായ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $10 ബില്യൺ ആണ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, $10 ബില്യൺ എന്താ പറയാ പ്രഡിഷൻസ് ആണ്, ആ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ നടന്നിട്ടുള്ളത്. ആളുകൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ അതുപോലത്തെ വലിയൊരു ഫ്യൂച്ചറുള്ള ബിസിനസ് ആണ് പ്രഡിഷൻ മാർക്കറ്റ്. അപ്പൊ ഇങ്ങനത്തെ നിരവധി പ്രോജക്റ്റ്, ഇതെല്ലാം ഞാൻ പറഞ്ഞത് നിലവിൽ കമ്പനി കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഇനി ഇതിന്റെ പുറകെ പലതും വരുന്നുണ്ട്. പക്ഷെ വരുന്നതിന് മുൻപ് ഓരോ സമയത്തും കമ്പനിക്ക് ആവശ്യമുള്ള കമ്മ്യൂണിറ്റി ഉണ്ടായാൽ മാത്രമാണ് കമ്പനി അത് ലോഞ്ച്ഡ് ആവുള്ളൂ. 28ഓളം പ്രോജക്റ്റുകൾ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം പൂർത്തീകരിച്ച പ്രൊജക്റ്റാണ് നമ്മൾ ഇവിടെ സംസാരിച്ചത്. ഓക്കെ, ഇനി ഇതിവിടെ എല്ലാം നമ്മൾ ഡിജിറ്റൽ ആയിട്ടാണ്
എന്താ പറയുക ഡിജിറ്റലാണ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തെയും കറൻസി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. കാരണം ഓരോ രാജ്യത്തെ കറൻസിയുടെ മൂല്യം പലതാണ്. ഇപ്പൊ ഇന്ത്യയുടെ കറൻസിയുടെ മൂല്യം ആയിരിക്കില്ല മറ്റേ രാജ്യത്തുള്ള കറൻസിയുടെ മൂല്യം, അതുപോലെ ആയിരിക്കില്ല. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്തെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കറൻസി ആയിട്ടാണ് ലിക്മെക്സ് എന്ന് പറഞ്ഞ ടോക്കൺ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ടോക്കണിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 കോടി ടോക്കൺ ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ടോക്കൺ ഒരിക്കലും കുറയ്ക്കാനോ കൂട്ടാനോ സാധിക്കില്ല. ഫിക്സഡ് ആയിട്ട് 100 കോടി ടോക്കൺ ആണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ടോക്കൺ നോക്കുമ്പോൾ നിലവിൽ ഇത് പലർക്കും ഉള്ള സംശയമാണ്, ഈ ടോക്കൺ ജെനുവിൻ ആണോ എന്നൊരു സംശയം നമുക്ക് ഉണ്ടാവും. ഇന്ന് അതിനെക്കുറിച്ച് നമുക്ക് ഒറ്റ വാക്കി പറയാനുള്ളത്, ബിനാൻസ് എന്ന് പറയുന്നത് ക്രിപ്റ്റോയുടെ അവസാന വാക്കെന്ന് വേണമെങ്കിൽ പറയാം. ഏത് ക്രിപ്റ്റോസും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവരാഗ്രഹിക്കുന്നത് ബിനാൻസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ബിനാൻസിന് നിരവധി ഓപ്ഷൻസ് ഉണ്ട് ബിനാൻസിൽ ലിസ്റ്റ് ചെയ്യണതിന്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലാണ്, നമുക്കറിയാം നമ്മളൊക്കെ ജനിച്ചത് കൊച്ചുകുട്ടി എന്ന രീതിയിലാണ്. അതേപോലെ തന്നെ ഈ ടോക്കണിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡെക്സിൽ ഈ ടോക്കൺ ലിസ്റ്റഡ് ആണ് അവരുടെ വാലറ്റിൽ. ഓൾറെഡി അവിടെ ബിനാൻസിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഹോമിൽ LMX എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടോക്കണെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് അവിടെ കാണാൻ പറ്റും നമുക്ക്. അതോടൊപ്പം തന്നെ 5ാമത്തെ റാങ്കിൽ നിൽക്കുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് GetIO എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച്. ആ എക്സ്ചേഞ്ചിലും ഈ ടോക്കൺ ഡെക്സിൽ ലിസ്റ്റഡ് ആണ്. OKX എന്ന് പറഞ്ഞ 10ാമത്തെ എക്സ്ചേഞ്ചിൽ നിൽക്കുന്ന ടോക്കണും ഈ ടോക്കൺ ഇവിടെ ലിസ്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് 1ാമത്തെ മുതൽ 5ാമത് വരെ ഉള്ള എക്സ്ചേഞ്ചുകളിൽ ഈ ടോക്കൺ ഏകദേശം ലിസ്റ്റഡ് ആയിട്ടുണ്ട്. അതുകൂടാതെ ഏത് ടോക്കണിന്റെയും ജാതകം പരിശോധിക്കുന്ന രീതിയിൽ റാങ്ക് മറ്റുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അതിലും ഈ ടോക്കൺ ലിസ്റ്റഡ് ആണ്. ഓക്കെ, ഇനി ബിനാൻസിലൊരു ടോക്കൺ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബിനാൻസിൽ കോടിക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അതിനെ ഓഡിറ്റ് ചെയ്യും. കാരണം പല ടോക്കൺ ഇപ്പൊ ഇന്നൊക്കെ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്, എക്സ്ചേഞ്ചുകൾ പലതും പ്രവർത്തനം നിർത്താൻ പോകുന്നു. അതിന്റെയൊക്കെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ടോക്കണും വന്നിട്ട് ആ ടോക്കൺ ജെനുവിൻ അല്ലാത്ത ടോക്കണൊക്കെ കൊണ്ടുവന്ന് ലിസ്റ്റ് ചെയ്യും. പക്ഷെ ബിനാൻസിൽ അങ്ങനെ കൊണ്ടുവന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ആ ടോക്കണെ കുറിച്ചിട്ട് ഒരു ഓഡിറ്റിംഗ് തുടങ്ങും. ഇതൊരു ഫേക്ക് ആണോ അല്ലെങ്കിൽ ഇത് ജെനുവിനിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കും. അങ്ങനെ ഓഡിറ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ അവർ 3 കാര്യങ്ങളാണ് ഒന്ന് ചെക്ക് ചെയ്യുന്നത്. ഒന്ന്, ട്രേഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ നോക്കും. ട്രേഡ് ചെയ്യുമ്പോൾ ആ റിസ്ക് ഇവിടെ ബിനാൻസ് കൊടുത്തിരിക്കുന്നത് 0 ആണ്. റിസ്ക് എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല, പ്രശ്നമില്ല. ഇനി 2ാമത്തെ റിസ്ക് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് അഡ്രസ് ആണ്. നമുക്കറിയാം ക്രിപ്റ്റോസ് എല്ലാം ഓരോ ബ്ലോക്ക് ചെയിനിലാണ് റൺ ചെയ്യുന്നത്. അപ്പൊ ഈ കോൺട്രാക്ട് അഡ്രസ് നാളെ ഒരിക്കലും ഇവർക്ക് മാറ്റാൻ സാധിക്കുമോ അല്ലെങ്കിൽ മാറ്റാൻ പറ്റുമോ? അത് നോക്കുമ്പോൾ അതും ഇവിടെ സാധിക്കുന്നില്ല, അതും 0 ആണ് കൊടുത്തിരിക്കുന്നത്. 3ാമത്തെ നോക്കുന്നു, സ്കാം ആവാൻ സാധ്യതയുണ്ടോ. നമുക്ക് എല്ലാവർക്കും ഒരു ഭയം എന്നുള്ളത്, നാളെ ഇത് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു പേടി നമ്മുടെ ഉള്ളിലുണ്ട്. അതായാൽ അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് വിഷമമാണ്. അപ്പൊ ബിനാൻസ് നോക്കുമ്പോൾ ആ സ്കാം ആവാനുള്ള റിസ്ക്കും അവിടെ 0 ആണ് കൊടുത്തത്. നമ്മൾ എന്തെങ്കിലും അലർട്ടോ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടോ, അതും 0 ആണ്. അപ്പൊ ബിനാൻസിന്റെ വെരിഫിക്കേഷനിൽ ലിക്മെക്സ് എന്ന് പറയുന്ന ടോക്കൺ 100% റിസ്ക് ഇല്ലാത്ത ടോക്കൺ ആണ്, ജെനുവിൻ ആയിട്ടുള്ള ടോക്കൺ ആണ്, ചെയ്യാൻ പറ്റിയ ടോക്കൺ ആണ്. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ടോക്കൺ അതിന് 100 കോടി ടോക്കൺ കൃത്യമായിട്ട് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പല ടോക്കണും എത്ര ടോക്കൺ ഉണ്ടെന്ന് വെച്ചാൽ അത് ആർക്കറിയാൻ പാടില്ല. എത്ര ടോക്കൺ ആണ് മൈനിങ്ങിലേക്ക് പോകണമെന്ന് അറിയാൻ പാടില്ല. എത്ര എയർ ഡ്രോപ്പ് കൊടുക്കണമെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ ലിക്മെക്സിന്റെ ടോക്കൺ 100 കോടിയാണെങ്കിൽ അവിടെ ഇവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് 30% ടോക്കൺ മാറ്റി വെച്ചിട്ടുണ്ട്. കമ്പനിയുടെ പ്രീസെയില് കമ്പനിയുടെക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് പ്രോജക്റ്റിലേക്ക് വേണ്ടിയിട്ട് അവർ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് 25% മാറ്റി വെച്ചിട്ടുണ്ട്. ലിക്വിഡിറ്റിക്ക് 15% മാറ്റി വെച്ചിട്ടുണ്ട്. മാർക്കറ്റിംഗ് 10% മാറ്റി വെച്ചിട്ടുണ്ട്. പാർട്ണർഷിപ്പ് 6%, ടീമിന് വേണ്ടി 5%, അഡ്വൈസ്. ഇപ്പൊ അഡ്വൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ ഉണ്ടായ ഒരു അപ്ഡേഷൻ, അതൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന വേണ്ടിയിട്ട് ഉള്ള ആൾക്ക് മാത്രമേ അങ്ങനെ സാധിക്കുള്ളൂ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വൈകുന്നേരം ആയപ്പോൾ ഒരു ദിവസം 15 ടോക്കൺ കിട്ടിക്കൊണ്ടിരുന്നവർക്കൊക്കെ, ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നവർക്കൊക്കെ അത് 9 ടോക്കൺ ആക്കി. അപ്പൊ അവര് അഡ്വൈസ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ടോക്കൺ 5% മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഡെവലപ്മെന്റിനായിട്ട് 4% മാറ്റി. ഇങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 100 കോടി ടോക്കണെ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നിലവിൽ ഈ ടോക്കണിന്റെ പ്രൈസ് നിൽക്കുന്നത് 10 രൂപയാണ്. 2 രൂപ 80 പൈസയ്ക്കാണ് ഞാൻ ഈ ടോക്കൺ ബിനാൻസിൽ കാണുന്നത്. അവിടെ നിന്നുകൊണ്ട് ഈ ടോക്കണിന്റെ വില പയ്യെ അത് വർദ്ധിച്ച് ഏകദേശം 9, 9.25, 10 രൂപ ആ റേഞ്ചിലാണ് ഇപ്പോൾ ഇതിന്റെ പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ ഈ 10 രൂപ വിലയുള്ള ടോക്കൺ കമ്പനി ഉദ്ദേശിക്കുന്നത് ഏകദേശം കമ്പനിക്ക് ഇന്ന് ഡെക്സില് ബിനാൻസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഡെക്സിലാണ് വന്നത്.
അവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. ഡെക്സിലെ ഫ്യൂച്ചർ, ആൽഫ, അങ്ങനെ പോയിട്ട് അവന്റെ ഏറ്റവും അവസാനത്താണ് സ്പോട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് സ്പോട്ട് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വിസിബിൾ ആയിട്ട് ടോക്കണെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ സ്പോട്ട് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ കമ്പനി പറയുന്നത് $1.5 എങ്കിലും ഇതിന്റെ വില വർദ്ധിക്കണം. എന്ന് വെച്ചാൽ ഇന്ന് 10 രൂപ വിലയുള്ള ടോക്കൺ $1.5 എങ്കിലും വർദ്ധിപ്പിക്കുമ്പോഴാണ് അവരവിടെ കൊണ്ടുപോയി ലിസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് $1.5 അവിടെ ലിസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ടോക്കൺ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പോവുകയാണെങ്കിൽ $6 വരെയും പോകാമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ പ്രോജക്റ്റ് ആയിട്ട് വന്ന ടോക്കൺ ഒത്തിരി പ്രോജക്റ്റുകളും 100 ബില്യൺ ടോക്കൺ ആയിട്ട് 1 ബില്യൺ ടോക്കൺ ആയിട്ട് വരുന്ന പ്രോജക്റ്റുകളോടുകൂടിയ ടോക്കൺ എല്ലാം തന്നെ ഏകദേശം 20-നും 50-നും ഇടയ്ക്ക് ഡോളർ പോയിട്ടുണ്ട്, അതിന്റെ പ്രൈസ് പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് $1.5 തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു, കമ്പനി $1.5 ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പർച്ചേസ് ചെയ്യുമ്പോൾ $1.5 വരുമ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താ ചെയ്യണത്? കമ്പനി ഒരു 15 കോടി ടോക്കൺ എന്ത് ചെയ്തിട്ടുണ്ട്? 30 കോടി ടോക്കൺ ആണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. അതിൽ 15 കോടി ടോക്കൺ എന്ത് ചെയ്യാം? പബ്ലിക്കിന് മൈൻ ചെയ്തെടുക്കാം. ലോകത്തുള്ള ഏത് മനുഷ്യനും ഇത് മൈൻ ചെയ്തെടുക്കാം. കണ്ടീഷൻ ഒന്നേ ഉള്ളൂ, ടെലഗ്രാം ഉണ്ടാവണം, ഫോൺ ഉണ്ടാവണം, ഒരു ഫോൺ നമ്പർ ഉണ്ടാവണം. ഇത്രയും കണ്ടീഷൻസ് ആണ് ബാധകമുള്ളൂ. ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ പങ്കെടുക്കാം. 150 മില്യൺ ടോക്കൺ ആണ് അവർ മാറ്റി വെച്ചത്. അത് 15 കോടി ടോക്കൺ, ഏകദേശം 5 കോടി ടോക്കൺ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ടോക്കൺ ഉണ്ട്. എന്തിനാണ് ഇത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചത്? ചെറിയൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന, എല്ലാവരും കയ്യിലിരിക്കുന്ന ആളുകളുടെ ഭൂരിപക്ഷം ഫോൺ നോക്കിയാലും സിം എടുത്ത് നോക്കിയാലും ജിയോ ആയിരിക്കും. അപ്പോൾ ജിയോ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018 വരുന്നത്. ആ സമയത്ത് ഇന്ന് മാർക്കറ്റില് ടെലികോം മേഖലയില് റിലയൻസ്, ടാറ്റ, അതുപോലെ തന്നെ എയർടെൽ, അതുപോലെ തന്നെ വഡാഫോൺ, പിന്നെ നമ്മുടെ BSNL, ഇങ്ങനെ തുടങ്ങി നിരവധി ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികൾ കിടന്ന് കളിക്കുന്ന സമയത്താണ് ജിയോ എന്ന് പറഞ്ഞ സിം ഇറങ്ങാൻ പോണത്. അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചോദിച്ച ചോദ്യമുണ്ട്, ഇനി എന്തിനാ ജിയോ സിം എടുക്കണേ? ഇത്തരം ആളുകളുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിൽ സിമ്മായി, എന്തിനാണ്? അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ച കാര്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് പറയാൻ കാരണം. പക്ഷെ ജിയോ വന്നപ്പോൾ എന്താ ചെയ്തു? അവർ വന്നപ്പോൾ ആദ്യമേ തന്നെ 1 GB ഡാറ്റ ഫ്രീ ആയിട്ട്, സിം ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുത്തു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. 1 GB ഡാറ്റ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ 20 MB 50 MB ഒക്കെ സ്ക്രാച്ച് ചെയ്തിട്ട് പിന്നടിച്ച് മൊബൈലിൽ ഇട്ടുകൊണ്ടിരുന്ന സമയത്താണ് നമുക്കിവിടെ 1 GB ഡാറ്റ ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. സിമ്മും ഫ്രീ ആണ്. ഇത് അങ്ങനെ കൊടുത്തോടുകൂടി ആൾക്കാരെല്ലാവരും തന്നെ ഏകദേശം ജിയോ സിം എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അതിനുശേഷമാണെന്ന് തോന്നുന്നു ഒരു ഫോണിൽ 2 സിം എന്നുള്ള സിസ്റ്റത്തിലേക്ക് വന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നണം. കാരണം ഒന്ന് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നുണ്ട്, മറ്റത് നെറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ജിയോ എന്ത് ചെയ്തു? ഒരു വലിയ ട്രെൻഡ് അവരുണ്ടാക്കി. ഇന്ന് ലോകത്തെ ഇന്ത്യയിൽ നമ്പർ 1 ആണ്, ലോകത്തെ 2ാം സ്ഥാനത്തെ കണ്ട് ജിയോ ടെലികോം കമ്പനി നിൽക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കുക, അവർക്ക് അത് അന്നത്തെ അവസ്ഥയിൽ അവർക്ക് ഏകദേശം 2000 കോടി രൂപയുടെ അടുത്ത് അവർക്ക് എന്ത് ചെയ്തു? അന്ന് ലോസ് വന്നിട്ടുണ്ട്. ഏകദേശം ഈ പറഞ്ഞ നെറ്റ് ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ ലോസ് വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അവർ കവർ ചെയ്ത് ഇന്ന് അതിന്റെ ലാഭം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറി. കാരണം അവർ അന്ന് ചിന്തിക്കുകയാണ്, ഇത്രയും വലിയ കമ്പനികളെല്ലാം റിലയൻസ്, ഈ പറഞ്ഞ ഐഡിയയും ടാറ്റയും വഡാഫോണൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഇനി കൊണ്ടുവന്ന വിജയിക്കില്ല എന്ന് ചിന്തിച്ചായിരുന്നെങ്കിലോ ഇന്ന് ജിയോ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കയ്യിലെത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവരെന്ത് ചെയ്തു? അവരെ ബിസിനസ്സിന് ഒരു പുതിയ ട്രെൻഡ് ഉണ്ടാക്കി, കസ്റ്റമറെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഈ പറഞ്ഞ രീതിയിൽ സിമ്മിൽ 1 GB ഡാറ്റ ഫ്രീ ആയിട്ട് കൊടുത്തു, ആളുകളെ ആകർഷിച്ചു. ഇന്ന് ഒരു നമ്പർ 1 ആയിട്ട് നിൽക്കുന്നു. ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതേപോലെ തന്നെ ഏത് ബിസിനസ് ആണെങ്കിലും, ഏത് സ്ഥാപനമാണെങ്കിലും വിജയിക്കണമെങ്കിൽ അവിടെ കസ്റ്റമർ ഉണ്ടാവും. അപ്പൊ കസ്റ്റമർ വെറുതെ ഉണ്ടാവില്ല, അവർക്ക് എന്തെങ്കിലും കിട്ടണം. അവിടെയാണ് ഇവിടെ 150 മില്യൺ ടോക്കൺ എന്ത് ചെയ്തത് കമ്പനി നമുക്ക് വേണ്ടി തരുന്നത്. ഓക്കെ, ഈ തരുന്ന ടോക്കണിന്റെ ഇപ്പോഴത്തെ പ്രൈസ് 0.5% ആണ്. 5 രൂപ വിലയുള്ള ടോക്കണാണ് നമുക്ക് തരുന്നത്. ഇത് നമുക്ക് ഒന്നാമത്തെ ഒരു ഓപ്ഷൻ ഫ്രീ ആയിട്ട് മൈൻ ചെയ്തെടുക്കാം. 1 രൂപ നമ്മൾ മുടക്കാൻ കമ്പനി പറയുന്നില്ല. ഒന്നാമത്തെ ഓപ്ഷൻ ഫ്രീ ആണ്. രണ്ടാമത് ഓട്ടോ മൈനിങ് ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല സമയത്തും നമുക്ക് ഫോൺ എടുത്ത് മൈൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബോട്ട് പർച്ചേസ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ജോലി വേറെ ആളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പൊ ആ ബോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ 1 ടൈം ആണ് ബോട്ട് പർച്ചേസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി 25 USDT മുടക്കാം. ഒരു പ്രാവശ്യം മുടക്കിയാൽ മതി. പിന്നെ കമ്പനിയുടെ അക്കൗണ്ടിൽ ഈ ടോക്കൺ തീരുന്ന അന്ന് വരെയും ഈ ബോട്ട് കൃത്യമായിട്ട് നമ്മുടെ വാലറ്റിലേക്ക് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ നമുക്കിപ്പോ ഈ ടോക്കണിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. ഇപ്പൊ കുറച്ച് ടോക്കണേ ഉള്ളൂ,
അപ്പൊ ടോക്കണിന്റെ എണ്ണം കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് ഓരോ 50 USDക്ക് അഡീഷണൽ ടോക്കൺസ് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മൈനിങ്ങിൽ പങ്കെടുക്കുന്നത് ടെലഗ്രാം വഴിയാണെന്ന്. അപ്പൊ ടെലഗ്രാമിലാണ് ഒരു മിനി ആപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ടെലഗ്രാം വഴി നമ്മൾ പങ്കെടുക്കുമ്പോൾ 24 മണിക്കൂറിൽ 3 മൈനിങ്ങിൽ നമുക്ക് പങ്കെടുക്കാം. 3 പ്രാവശ്യം മൈനിങ്ങിൽ പങ്കെടുക്കാം. ഒരു മൈനിങ്ങിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറാണ്. 8 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന, ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരിക്കുക ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ഏകദേശം 5 ടോക്കൺ ആയിരുന്നു. അത് ഇന്നലെ വൈകുന്നേരത്തോട് കൂടി അത് 3 ടോക്കൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ ഒരു ദിവസം 15 ടോക്കൺ കിട്ടേണ്ടടുത്ത് ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 9 ടോക്കൺ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ ഇത് സംഭവിക്കാം, ഇനിയും കുറഞ്ഞു വരാം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറഞ്ഞ സ്ഥിതിക്ക് ടോക്കണിന്റെ പ്രൈസ് ഉയരാനുള്ള സാധ്യതയും കൂടി ചിലപ്പോൾ ഞാൻ കാണുന്നുണ്ട്. അത് എന്റെ മാത്രം ഉത്തരവാദിത്തത്തിൽ ഞാൻ പറഞ്ഞതാണ്, കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കേസ് കിട്ടുന്നില്ല. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഓട്ടോ മൈനേഴ്സ് ആണെങ്കിൽ, ഞാൻ അവിടെ പറഞ്ഞു രണ്ടാമത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓട്ടോ മൈനേഴ്സ് ആണ്. 25 USDT മുടക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാണെങ്കിൽ പഴയതുപോലെ തന്നെ തുടരാൻ പറ്റും. 15 ടോക്കൺ ഡെയിലി കിട്ടും. ഓരോ സീസൺ കഴിയുമ്പോൾ 5 ടോക്കൺ വെച്ച് 15 ടോക്കൺ വെച്ച് നമുക്ക് കിട്ടാൻ ഒരു ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ടോക്കണിൽ ഏകദേശം 1 ലക്ഷം ടോക്കൺ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 1 ലക്ഷം ടോക്കൺ നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ സാധിച്ചാൽ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് 10 രൂപ ഉണ്ടെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപയിലേക്ക് മാറി. ഇതേ പ്രൈസ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായാലും 10 ലക്ഷം രൂപയിലേക്ക് മാറി. ഇനി അവര് പറയുന്നു ഈ ടോക്കൺ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഏകദേശം $1.5 എങ്കിലും ഇതിന്റെ പ്രൈസിലാണ് അവര് സ്പോട്ട് ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയെങ്കിൽ ഒരു 1 ലക്ഷം ടോക്കൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇൻറ്റു $1.5 എന്ന് പറയുമ്പോൾ 1.5 കോടി രൂപയിലേക്ക് നമ്മുടെ അസറ്റ് മാറും. ആലോചിച്ച് നോക്കാം, ഇപ്പോൾ ഉള്ള 10 രൂപയിലുള്ള ടോക്കൺ $1.5 വിൽക്കാൻ സാധിച്ചാൽ, അവിടെ നമുക്ക് 1 ലക്ഷം ടോക്കൺ ഉണ്ടാക്കാൻ സാധിച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന അസറ്റ് എന്ന് പറയുന്നത് 1.5 കോടി രൂപയായിട്ട് മാറും. ഇനി $6 വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫിഗർ അതേ രീതിയിൽ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നതും കേൾക്കുന്നതും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആളുകളോട് എല്ലാവരും പറഞ്ഞാൽ നമുക്ക് 1 ലക്ഷം ടോക്കൺ എങ്കിലും ഹോൾഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർക്ക് ചെയ്ത് കമ്പനിയെ കുറിച്ച് ഇഷ്ടപ്പെട്ടു ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കമ്പനി ഒരു കാര്യം കൂടി നമ്മളോട് പറയുന്നുണ്ട്, കമ്പനിക്ക് ആവശ്യം കുറെ കസ്റ്റമേഴ്സിനാണ്. ഇത് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടി കളക്ട് ചെയ്യാൻ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, അവർ കമ്പനിയെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ നമുക്ക് കമ്പനി ഒരു എക്സ്ട്രാ റിവാർഡ് തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു സുഹൃത്തിനെ നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുത്തി, അപ്പോൾ അദ്ദേഹം മൈൻ ചെയ്തെടുക്കുന്ന ടോക്കണിന്റെ 10% നമുക്ക് റെഫറലായിട്ട് കിട്ടും. നോക്കൂ, നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് മൈൻ ചെയ്തെടുക്കുന്ന എത്രയാണോ അതിന്റെ 10% നമുക്ക് കിട്ടും. ഇനി അതേപോലെ അദ്ദേഹത്തിന് ചെയ്യാം. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയാൽ അദ്ദേഹത്തിന് 10% കിട്ടും, നമുക്ക് 6% കിട്ടും. ഇങ്ങനെ 10 ലെവല് നമ്മളെ മുഖാന്തരം, നമ്മുടെ താഴ്ത്തിട്ട് നമുക്ക് പരിചയമില്ലാത്തൊരു മുഖാന്തരം ആളുകൾ വന്ന 10 ലെവലിൽ നിന്നും മൈൻ ചെയ്തെടുക്കുന്ന ടോക്കണിന്റെ പെർസെൻറ്റേജ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് എക്സ്ട്രാ ടോക്കൺസ് നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നത് കൂടാതെ ഇത് ടീം ഡെവലപ്പ് ചെയ്താൽ അതിൽ നിന്ന് കൂടുതൽ ടോക്കൺ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് നോർമലി ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓട്ടോ മൈനേഴ്സ് ആണെന്ന് സങ്കല്പിക്കുക, 15 ടോക്കൺ ആണ് കിട്ടണമെങ്കിൽ ഒരു ടീമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് 1000, 2000, 500 ഒക്കെ ആയിട്ട് മാറാൻ സാധിക്കും. നോർമലി നമുക്ക് 15 കിട്ടണമെങ്കിൽ ടീം ഡെവലപ്പ് ചെയ്യുക അതിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ബോട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ബോട്ട് എന്ന് പറയുന്നത് ഓട്ടോ മൈനിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏത് ബിസിനസിന്റെ ഒരു 20-30% ഒക്കെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. ഇവിടെ കമ്പനി എന്നിട്ടുണ്ട് ആ പ്രോഫിറ്റിന്റെ 30%, 25 USDയുടെ 30% കമ്പനി മാറ്റി വെച്ചിട്ടുണ്ട്. അത് കമ്പനിക്ക് വേണ്ടി കമ്പനിയുടെ കൂട്ടത്തിൽ പരിചയപ്പെടുത്തിയ വ്യക്തികൾ ആരൊക്കെയാണോ ആ വ്യക്തികൾ പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾക്ക് സ്പോൺസറായിട്ട് വന്നിരിക്കുന്നവർക്കൊക്കെ അതിന്റെ 10%, 5% ഒക്കെ ആയിട്ട് റിട്ടേൺ USDT ആയിട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ഓട്ടോ മൈനിങ്ങിലേക്ക് മാറിയാൽ അദ്ദേഹം പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ സ്പോട്ടിൽ തന്നെ നമുക്ക് അതിന്റെ 10%, 25 USDയുടെ 10% കിട്ടും. അദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും വന്ന് ചെയ്താലും അതിന്റെ 5%. ഇങ്ങനെ ലെവല് 10 ലെവലും അതും നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ വേറെ കണ്ടീഷനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ID ആക്റ്റീവ് ആവണം, 25 USDയിൽ ആക്റ്റീവ് ആവണം. അവിടെ നമ്മുടെ താഴെ 10,000 കണക്കിന് ആളുകൾ വന്നിട്ട് ബോട്ട് പർച്ചേസ് ചെയ്താലും നമുക്കിവിടെ വേറൊരു കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. ലക്ഷക്കണക്കിന് USDT ആണെങ്കിൽ പോലും നമുക്ക് ആ വാലറ്റിലൂടെ നമുക്ക് റിട്ടേൺ എടുക്കാൻ സാധിക്കും. ഒറ്റ കണ്ടീഷനുള്ളൂ, 25 USDTക്ക് നമ്മുടെ ID ആക്റ്റീവ് ആയിരിക്കണം എന്ന് മാത്രമാണ് കമ്പനി പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. ഓക്കെ, ഇനി 25 USDT
ഓൾറെഡി മുടക്കി വരുന്ന ആളുകൾക്ക് പഴയ രീതിയിലുള്ള കണക്കാണ്, അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം 15 ടോക്കൺ വെച്ച് നിലവിൽ ഓൾറെഡി കിട്ടുന്നുണ്ട്. ഈ വരുന്ന ടോക്കൺ നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന ടോക്കണിൽ 75% ഇവിടെ ഏണിങ്സ് എന്ന് പറഞ്ഞ വാലറ്റിലേക്കും യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ വാലറ്റിലേക്ക് 25% സ്പ്ലിറ്റ് ചെയ്തു പോകും. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് നിരവധി പ്രോജക്റ്റുകൾ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ പ്രോജക്റ്റിൽ നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കേണ്ട അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ട ടോക്കണാണ് യൂട്ടിലിറ്റി വന്നെ. അത് നമുക്ക് വിഡ്രോ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. ബാക്കി വരുന്ന ഏണിങ്സിൽ വരുന്ന ടോക്കൺസ് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി അഡീഷണൽ ഒരു ബെനിഫിറ്റ് തരുന്നുണ്ട്. നമുക്ക് 10 രൂപ വിലയാണ് ഇപ്പോഴത്തെ ഈ ടോക്കണിന്റെ പ്രൈസ് ഉള്ളത്. സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ കുറെ പണം ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ബാങ്കിലാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പൊ ബാങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് ലെവൽ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റിവാർഡ്സ് ആയിട്ടാണ് തരുന്നത്. റിവാർഡ്സ് നമ്മൾ ഈ ടോക്കണെ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നു. സ്റ്റേക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 0.5% വെച്ച് നമുക്ക് റിവാർഡ്സ് തരുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് മാസം നമുക്ക് 405 ടോക്കൺ സ്റ്റേക്ക് ചെയ്യാൻ സാധിച്ചാൽ 150 രൂപ നമുക്ക് റിട്ടേൺസ് എടുക്കാൻ സാധിക്കും. സെക്കൻഡ് നമുക്ക് 810 ടോക്കൺ നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 450 രൂപ നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ സ്റ്റേജ് മൂന്നാമത്തെ മാസം നോക്കുകയാണെങ്കിൽ 1215 ടോക്കൺ നമുക്ക് സ്റ്റേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 750 രൂപയായിട്ട് നമ്മുടെ പേയ്മെന്റ് വർദ്ധിച്ചു. ഫസ്റ്റ് മാസം 150 ഉണ്ടായുള്ളൂ, സെക്കൻഡ് 450 ആണ്, മൂന്നാമത്തെ മാസം ആയിരിക്കുമ്പോൾ 750 രൂപയ്ക്ക് മൊത്തം. നാലാമത്തെ മാസം 620 ടോക്കൺ നമ്മൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ 1000 രൂപ നമുക്ക് കിട്ടുന്നു. ഇനി അഞ്ചാമത്തെ മാസം 2025 ടോക്കൺ സ്റ്റേക്ക് ചെയ്യുമ്പോൾ 1000 നോക്കൂ, നമ്മുടെ ഏണിങ്സ് ബാലൻസിലെ ടോക്കൺസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് റിവാർഡ്സ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഏണിംഗ് ബാലൻസിൽ ടോക്കൺ കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ അപ്ഡേറ്റ് ചെയ്താന്ന് വെച്ചാൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് കൂടുതൽ ടോക്കൺ നേടാൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് നേടാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് ടോക്കൺ കൂടുതൽ നേടാൻ പറ്റും. അപ്പൊ 6 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 25 USDT ഇട്ട ആളുകൾക്ക് എന്തായാലും അതിന്റെ 2x എന്ന് പറയുന്ന 50 USDT വരെ നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാൻ പറ്റും. 50 USDT കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ നമുക്കത് ടോക്കൺസ് വന്നുകൊണ്ടിരിക്കും. പക്ഷെ അവിടെ ഒരു ഓപ്ഷനും കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. 25 USDT ഇട്ടിട്ട് 50 USDT ആവുന്ന മുറയ്ക്ക് എത്ര ടോക്കൺ ആണോ അവിടെ സ്റ്റേക്കിങ്ങിലേക്ക് പോയിട്ടുള്ളത് അത്രയും ടോക്കൺ അവരെ കമ്പനിയുടെ പുതിയൊരു ഓപ്ഷൻ വന്നേക്കാണ് മെച്യൂരിറ്റി വാലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ 50 USDT വരാൻ എത്രയാണോ ടോക്കൺ വേണ്ടി വന്നത് അത്രയും ടോക്കൺ എന്ത് ചെയ്യാം, മെച്യൂരിറ്റിയിലേക്ക് പോകും. ആ മെച്യൂരിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന 1-2 മാസങ്ങൾക്കുള്ളിൽ അത് നിലവിലുള്ള എക്സ്ചേഞ്ചുകളിലേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാനും അതോടൊപ്പം തന്നെ അവിടെ ട്രേഡ് ചെയ്യാനോ വാലറ്റ് വഴി സാപ്പ് ചെയ്തിട്ട് മാറ്റാനോ ഒരു ഓപ്ഷൻ ഇപ്പോഴില്ല, വരാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ടോക്കൺ മാറ്റി വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പറഞ്ഞ 25 USDT ആണ്. അത് വളരെ കുറഞ്ഞൊരു എമൗണ്ട് ആണ്, വളരെ കുറച്ച് നേട്ടം ഉണ്ടാവുള്ളൂ. ഒരു 1000 USDT ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ഏകദേശം 3200 രൂപ INR ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുമെങ്കിൽ രണ്ടാമത്തെ മാസം അത് 9600 രൂപയിലേക്ക് നമ്മുടെ ഗ്രോത്ത് മാറുന്നു. ഇനി മൂന്നാമത്തെ മാസം ആകുമ്പോൾ അത് 16000, നാലാമത്തെ മാസം ആകുമ്പോൾ 22400, ആ റേഞ്ചിലേക്ക് ടോക്കൺസ് കൂടുതൽ ഹോൾഡ് ചെയ്യുമ്പോൾ, കൂടുതൽ സ്റ്റേക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേക്ക് റിവാർഡ് കിട്ടും. മിനിമം 6 മാസം കൊണ്ട് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടും. ഒരു 8 മാസം കൊണ്ട് നമ്മൾ ഇട്ട എമൗണ്ടിന്റെ 2x, ഇപ്പൊ 1025 USDT ഇട്ട് കഴിഞ്ഞാൽ 2050 USDT വരെ 8 അല്ലെങ്കിൽ 8.5 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏണിങ്സ് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി കൃത്യമായിട്ട് സ്റ്റേക്ക് ചെയ്തിട്ടുള്ള കാര്യമാണ് പറയണത്. സ്റ്റേക്ക് ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് വരുന്ന ടോക്കൺ എന്ത് ചെയ്യാം, അവരുടെ വാലറ്റിലേക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. ഇത് ചെയ്യാത്ത പക്ഷം നമുക്ക് ആ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ കിട്ടുള്ളൂ. അപ്പൊ നിലവിൽ ഇതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ടോക്കൺ നേടാൻ ഓപ്ഷൻ ഉണ്ട്, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് നേടാൻ ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ചെറിയ എമൗണ്ടോ വലിയ എമൗണ്ടോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. പ്ലാൻ പറയുമ്പോൾ നമുക്ക് ഇതെല്ലാം വിശദമായിട്ട് പറയേണ്ടി വരും. പക്ഷെ ഏറ്റെടുക്കുന്ന നിങ്ങൾ നമ്മുടെ കപ്പാസിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ അവസരങ്ങളുണ്ട് എന്ന് വെച്ചുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും അവസ്ഥകളും കാര്യങ്ങളൊക്കെ നമുക്കേ അറിയുള്ളൂ. അപ്പോൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു റെവല്യൂഷന്റെ കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞു, ഓരോ രാജ്യങ്ങളും അതിനെ അംഗീകരിച്ചു വരുന്ന ഒരു സമയമാണ്. ആ സമയങ്ങളിൽ ഇനിയും നല്ല നല്ല പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാവും.
പക്ഷെ ഇപ്പോ നമുക്ക് ഒരു മാർക്കറ്റിൽ ഉള്ളതിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ലിക്മക്സ് എന്ന് പറയുന്നത്. ആ ലിക്മസ് നിരവധി പ്രോജക്റ്റുകളോടുള്ള സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വന്നിരിക്കുന്ന ടോക്കൺ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ കുറഞ്ഞ എമൗണ്ടിലാണ് ഇപ്പോൾ ടോക്കൺ ഉള്ളത്. ആ ടോക്കൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ ഫ്യൂച്ചറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകാൻ സാധിക്കും. മിനിമം ഒരു 2 വർഷമൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 5-10 വർഷം നമുക്ക് ചെയ്യാൻ ഉണ്ടാവില്ല. ഏകദേശം ഇപ്പൊ 150 15 കോടി ടോക്കണാണ് മൈൻ ചെയ്യാൻ തന്നേക്കുന്നത്. അതിൽ 5 കോടി മൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കി 10 കോടി ഉണ്ട്. ഇനി ബാക്കി ഒരു 15 കോടി ടോക്കൺ മാറ്റി വെച്ചത് അത് എങ്ങനെയാണ് വരണതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതുവരെയാണ് നമ്മുടെ ടൈം ഉള്ളൂ. ഈ ടൈമിനുള്ളിൽ നമുക്ക് ടോക്കൺസ് എത്രമാത്രം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു അതനുസരിച്ച് നമ്മുടെ അസറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച ഓപ്പർച്യൂണിറ്റി. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്തത് നിങ്ങൾ തന്നെയാണ്. നന്നായിട്ട് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവം പറയാൻ തയ്യാറാണെങ്കിൽ എനിക്ക് ഈ പല പ്രോജക്റ്റും കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഭയം സ്വാഭാവികമായിട്ടും വരും. പക്ഷെ എനിക്ക് ഈ പ്രോജക്റ്റ് കിട്ടിയ സമയത്ത് അങ്ങനെ മറ്റുള്ളവർക്ക് കണ്ടിട്ടുള്ള പല നെഗറ്റീവ്സ് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. പല നെഗറ്റീവ്സ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 25 USDT മുടക്കിയിട്ട് നമ്മളിപ്പോ ഓട്ടോ മൈനസിൽ വന്നു. നമ്മുടെ കൂട്ടത്തിൽ ഒരു 10 പേര് ഓട്ടോ മൈനസിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ എമൗണ്ട് നമുക്ക് എത്രയാണെങ്കിലും റിട്ടേൺ കിട്ടും. പക്ഷെ പല പ്രോഗ്രാമിലും അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ 25 USDT പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അത് അപ്ഗ്രേഡ് 50 USDT ആക്കണം, പിന്നെ അത് 75 ആക്കണം. അങ്ങനെ ഒരു പ്ലാനുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ കമ്പനി പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് 25 USDT മുടക്കിയിട്ട് നിങ്ങളുടെ താഴെ എത്ര USDT വന്നാലും അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പോട്ടിൽ വിഡ്രോ ചെയ്യാം. മിനിമം $2 മേലെ ഉണ്ടാവണം. അതിനകത്ത് $2 മറ്റേ $10,000 $50,000 എത്ര വന്നാലും വിഡ്രോ ചെയ്യാം. ഒരു കണ്ടീഷനും കമ്പനി പറഞ്ഞിട്ടില്ല. അപ്പൊ അത് കൂടാതെ നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ഒരാൾ ജോയിൻ ചെയ്തു, അദ്ദേഹത്തിന് പേയ്മെന്റ് ഉണ്ടാകില്ല ചില സമയത്ത്. പക്ഷെ അദ്ദേഹം കൊണ്ടുവന്ന ചില ആളുകൾ ഓട്ടോ മൈനിങ്ങിലേക്ക് മാറിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പെയ്ഡ് ID അല്ലാത്തതുകൊണ്ട് ആ പേയ്മെന്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത മറ്റുള്ള ബിസിനസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ കമ്പനി അതും കൊണ്ടുള്ള ആ പേയ്മെന്റ് അവിടെ കിടക്കണ്ടാവും. അദ്ദേഹത്തിന് എന്നാണോ പേയ്മെന്റ് ചെയ്യാൻ പറ്റുക അന്നേരം അദ്ദേഹത്തിന് ആ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താ പറയാ, ഞാൻ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് കാണുന്ന കാര്യമാണ്. കാരണം പല ബിസിനസ്സുകളും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ടേക്ക് വലിക്കാനുള്ള ഒരു മാർഗമാണ് കമ്പനി നോക്കിക്കൊണ്ടിരുന്നിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കസ്റ്റമേഴ്സിനെ ഇത്രമാത്രം സപ്പോർട്ടീവായിട്ട് ഒരു കൺസെപ്റ്റ് എനിക്ക് എൻ്റെ അറിവിലും ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ആദ്യമായിട്ട് എനിക്ക് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, ഏറ്റെടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്ന് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ഇതൊരു എഡ്യൂക്കേഷൻ, ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഒരു എഡ്യൂക്കേഷൻ ആണ്. നാളെ ഫ്യൂച്ചറിൽ ക്രിപ്റ്റോ വരുമ്പോൾ, നാളെ നമ്മുടെ മുന്നിൽ ഒരു ക്രിപ്റ്റോ ഇനിയും പലരുമായിട്ട് വരുമ്പോൾ, അപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ നോളജ് വളരുക. നമ്മൾ കേൾക്കുമ്പോൾ എല്ലായിടത്തിലേക്കും എടുത്തു ചാടുന്ന ഒരു അവസ്ഥ മാറിയിട്ട് ഇതിനെ വിശകലനം ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറാം. അതിന് നമുക്ക് വേണ്ട എഡ്യൂക്കേഷൻ ആണ്. അതിനുള്ള എല്ലാ വകുപ്പുകളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ടീമിന്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചകളിലും അത് കൃത്യമായിട്ട് ട്രെയിനിങ് സെക്ഷനിൽ പറയുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഓരോ വ്യക്തികൾക്കും വരുന്ന കാലങ്ങളിൽ നല്ലൊരു റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ പൈസ സുരക്ഷിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം.